നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം കരുത്തു നേടി സ്വർണം. തിരിച്ചുവരവിന് വഴിവെച്ചത് US സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപകർക്കുള്ള ആശങ്കയെന്ന് റിപ്പോർട്ട്. നിഫ്റ്റിയുടെ ടാർഗറ്റ് 29,000 ഉയർത്തി ഗോൾഡ്മാൻ സാക്സ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിലെന്നും പരാമർശം. IPO ഫണ്ട് മർച്ചന്റ് ബാങ്കർ വകമാറ്റി വിനിയോഗിച്ചതിൽ അന്വേഷണവുമായി സെബി. 20ഓളം കമ്പനികളുടെ IPO നടപടികൾ പരിശോധിക്കും. കേന്ദ്ര ബജറ്റ് കൂടിയാലോചനാ യോഗങ്ങൾക്ക് തുടക്കം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വിദഗ്ധരും കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. 40 ദിവസത്തെ US ഷട്ട്ഡൌണിന് അവസാനമായി. ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി മരവിപ്പിക്കും. രാജ്യത്തെ സാമ്പത്തിക രംഗം ഉണർവിലേക്ക്. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തകളാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ അവസാനിച്ചു. സെൻസെക്സ് 319 പോയിന്റ് ഉയർന്ന് 83,535 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 82 പോയിന്റ് ഉയർന്ന് 25,574 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫ്വാൻ ചേരുന്നു. സഫ്വാൻ, എന്താണ് വിപണിയുടെ അവസ്ഥ? നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഹയർ ലെവലിൽ നിന്നാണ് ക്ലോസിംഗ് അവേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും നിഫ്റ്റിയുടെ ട്രെൻഡ് കറന്റ് ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. അതായത് 25,421 എന്ന ലെവൽ ഇന്നും നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഈ ലെവലിൽ നിന്നാണ് സ്ട്രോങ് ഡിമാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. കൂടാതെ പ്രോപ്പറായി മാർക്കറ്റിൽ നമുക്കൊരു സെക്ടർ റൊട്ടേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 25,421 എന്ന ലെവൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ശ്രദ്ധിക്കേണ്ട ഹഡിൽ 26,000, അത് റീസെന്റ് ഹൈ ലെവൽ ഒരു ഹഡിലായി ആക്ട് ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പല അനലിസ്റ്റുകളും ഇതൊരു ഷോർട്ട് ടേം ടാർഗറ്റ് ആയിട്ടാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 0.05% മുന്നേറ്റമാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ബാങ്ക് നിഫ്റ്റി കറന്റ് ട്രേഡ് ചെയ്യുന്നത്. 57,484 എന്നത് നിയർ ടേം സപ്പോർട്ടായി ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ഉള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. 58,480 എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു നെക്സ്റ്റ് ഹാർഡിലാണ്. അത് മറികടക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം ഒരു റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓവറോൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഇൻഡെക്സിൽ ഇന്നൊരു നേരിയ തോതിലുള്ള മുന്നേറ്റമാണ്. എന്നിരുന്നാൽ പോലും ക്രൂഷ്യൽ ലെവലായ 18,000 എന്ന ലെവൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഹോൾഡ് ചെയ്തു, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ നമുക്ക് ഒരു ഡിമാൻഡ് എടുക്കുന്ന സ്മോൾ ക്യാപ് ഇൻഡെക്സിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഇത് ഓവറോൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 18,547 എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിലെല്ലാം ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മിഡ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പിനേക്കാൾ ഇന്ന് കൂടുതൽ മൊമെന്റം മിഡ് ക്യാപ്പ് ഇൻഡെക്സിലായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.4% മുന്നേറ്റമാണ് ഈ ഒരു ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുള്ളത്. ശരി, മുഹമ്മദ് സഫ്വാനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം കരുത്തു നേടി സ്വർണം. തിരിച്ചുവരവിന് വഴിവെച്ചത് US സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപകർക്കുള്ള ആശങ്കയെന്ന് റിപ്പോർട്ട്. ഭൗമ രാഷ്ട്രീയ ആശങ്കകളും US താരിഫുകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ദുർബലാവസ്ഥ നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് റെക്കോർഡ് ഉയരത്തിലാണ്. ഈ സാഹചര്യത്തിൽ US ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. ഡിസംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന സൂചനയായിരുന്നു നേരത്തെ ഫെഡറൽ റിസർവ് നൽകിയിരുന്നത്. എന്നാൽ അടുത്ത മാസമാണ് ഫെഡിന്റെ നിരക്ക് പ്രഖ്യാപനം ഉണ്ടാവുക. ഇതെല്ലാം മുന്നിൽ കണ്ട നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് തിരികെ വരികയാണെന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിടുന്നവർക്ക് ഇത് വാങ്ങാനുള്ള അവസരമാണെന്ന് ജെഫ്രീസിന്റെ ആഗോള ഇക്വിറ്റി സ്ട്രാറ്റജി മേധാവി ക്രിസ്റ്റഫർ വുഡ് വ്യക്തമാക്കുന്നു. സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങുന്നത് തുടരുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.
ഒക്ടോബറിൽ റെക്കോർഡ് വിലയിലെത്തിയ ശേഷമായിരുന്നു സ്വർണത്തിൽ തിരുത്തലുണ്ടായത്. ഈ വർഷം 53.3% മുന്നേറ്റമാണ് സ്വർണം കാഴ്ചവെച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൽ TV. നിഫ്റ്റിയുടെ ടാർഗറ്റ് 29,000 ഉയർത്തി ഗോൾഡ്മാൻ സാക്സ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിലെന്നും പരാമർശം. നേരത്തെ ഇന്ത്യൻ ഓഹരി വിപണിക്ക് നൽകിയിരുന്ന ന്യൂട്രൽ റേറ്റിംഗ് ആണ് ഓവർ വെയ്റ്റിംഗിലേക്ക് ഗോൾഡ്മാൻ സാക്സ് മാറ്റിയിരിക്കുന്നത്. നിലവിലെ നിലവാരത്തിൽ നിന്ന് നിഫ്റ്റി 50 14% മുന്നേറ്റം നടത്തുമെന്നാണ് പുതിയ പ്രവചനം. അടുത്ത വർഷം തന്നെ ഇത് സംഭവിക്കും. റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ, സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പണമൊഴുക്ക് മെച്ചപ്പെട്ടത്, GST കുറയ്ക്കൽ, ബാങ്കിംഗ് മേഖലയിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് ഇവയെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണ നൽകും. ധനകാര്യം, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓട്ടോ, പ്രതിരോധം, എണ്ണ വിപണന കമ്പനികൾ, ടെലികോം, ഇന്റർനെറ്റ് കമ്പനികൾ എന്നിവയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ളവ. സെപ്റ്റംബർ പാദത്തിൽ ഈ മേഖലകളിലെ പല കമ്പനികളും പ്രതീക്ഷകളെ മറികടന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതാണ് ഈ പ്രവചനത്തിന് കാരണമെന്നും ഗോൾഡ്മാൻ സാക്സിലെ അനലിസ്റ്റുകൾ വ്യക്തമാക്കി. അതേസമയം വരുമാന സമ്മർദ്ദം കാരണം കയറ്റുമതി അധിഷ്ഠിത IT, ഫാർമ വ്യവസായങ്ങളിലെ നിക്ഷേപത്തിൽ ജാഗ്രത തുടരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IPO വഴി സമാഹരിച്ച ഫണ്ട് മർച്ചന്റ് ബാങ്കർ വകമാറ്റി വിനിയോഗിച്ചതിൽ അന്വേഷണവുമായി സെബി. അന്വേഷണം 20ഓളം കമ്പനികളുടെ IPO നടപടികളെ സംബന്ധിച്ചാണ്. മർച്ചന്റ് ബാങ്കറായ ഫസ്റ്റ് ഓവർസീസ് ക്യാപിറ്റൽ ലിമിറ്റഡ് കൈകാര്യം ചെയ്ത SME IPO നടപടികളാണ് സെബിയുടെ റഡാറിലേക്ക് എത്തിയത്. 2022 മെയ് 1 മുതൽ 2025 ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ നടന്ന പ്രഥമ ഓഹരി വിൽപ്പനകളെക്കുറിച്ചാണ് അന്വേഷണം. ഈ കാലയളവിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ SME വിഭാഗത്തിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലുമായി ബാങ്ക് 20 കമ്പനികളുടെ ലിസ്റ്റിംഗ് നടപടികളിലാണ് പങ്കാളിയായത്. വീർകൃപ ജുവലേഴ്സ് ലിമിറ്റഡ്, വാരണിയം ക്ലൗഡ്, സമീറ അഗ്രോ ആൻഡ് ഇൻഫ്ര ലിമിറ്റഡ്, ഇലക്ട്രോ ഫോഴ്സ് ലിമിറ്റഡ് എന്നിവയാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിൽ വരുന്നത്. IPOയിൽ സമാഹരിച്ച ഫണ്ടും ബാങ്കും കമ്പനികളും നൽകിയ കണക്കുകളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് അന്വേഷണത്തിലേക്ക് നയിച്ചത്. ഒരു കേസിൽ ഇത്തരം ദുരുപയോഗം നടന്നെന്ന് സംശയം തോന്നിയതോടെയാണ് 20 കമ്പനികളുടെയും നടപടികൾ പരിശോധിക്കാൻ സെബി തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര ബജറ്റ് കൂടിയാലോചന യോഗങ്ങൾക്ക് തുടക്കം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വിദഗ്ധരും കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. പുതിയ ബജറ്റിനായുള്ള ആദ്യ യോഗമാണ് നടന്നത്. ധനകാര്യ മന്ത്രാലയ സെക്രട്ടറിയും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളായി. പ്രത്യക്ഷ നികുതി പരിഷ്കാരം, നികുതി നടപടികൾ ലളിതമാക്കൽ, കർശന നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രതിനിധികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു. അതേസമയം ഈ ആഴ്ച മുഴുവൻ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നാണ് വിവരം. രാവിലെ സാമ്പത്തിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി ഉച്ചയ്ക്ക് ശേഷം കണ്ടത് കർഷകരെയാണ്. ബുധനാഴ്ചയാണ് അടുത്ത യോഗം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവർ ഇതിനകം പ്രീ ബജറ്റ് മെമ്മോറാണ്ടം മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പ്രീ ബജറ്റ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് യോഗങ്ങളും ഇതിനുശേഷമുണ്ടാവും. ഈ വിഷയങ്ങളിലും ചർച്ച നടന്നെന്നാണ് വിവരം. അടുത്ത വർഷം ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരണം നടക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടക്കും. വോട്ടെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിലാണ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങൾ ചൂടുപകർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചു. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. വ്യാജ വാർത്തകൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ 14-ന് പ്രസിദ്ധീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കാലാവധി പൂർത്തിയായിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. വാർഡ് വിഭജനത്തിന് ശേഷം ആകെ 23,612 വാർഡുകളാണുള്ളത്. മുൻപ് 21,900 ആയിരുന്നു. മട്ടന്നൂരിലെ 36 ഒഴിവാക്കി 23,576 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വൻ കുതിപ്പ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിലവർധന രേഖപ്പെടുത്തി. ഇന്ന്
രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്രാമിന് 165 രൂപയും പവന് 1320 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,350 രൂപയും പവന് 90,800 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവില 9,340 രൂപയായി. വെള്ളിവില 157 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടവേളയ്ക്ക് ശേഷം കരുത്തു നേടി സ്വർണം. തിരിച്ചുവരവിന് വഴിവെച്ചത് US സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപകർക്കുള്ള ആശങ്കയെന്ന് റിപ്പോർട്ട്. നിഫ്റ്റിയുടെ ടാർഗറ്റ് 29,000 ഉയർത്തി ഗോൾഡ്മാൻ സാക്സ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിലെന്നും പരാമർശം. IPO ഫണ്ട് മർച്ചന്റ് ബാങ്കർ വകമാറ്റി വിനിയോഗിച്ചതിൽ അന്വേഷണവുമായി സെബി. 20ഓളം കമ്പനികളുടെ IPO നടപടികൾ പരിശോധിക്കും. കേന്ദ്ര ബജറ്റ് കൂടിയാലോചനാ യോഗങ്ങൾക്ക് തുടക്കം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വിദഗ്ധരും കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. 40 ദിവസത്തെ US ഷട്ട്ഡൌണിന് അവസാനമായി. ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി മരവിപ്പിക്കും. രാജ്യത്തെ സാമ്പത്തിക രംഗം ഉണർവിലേക്ക്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.